ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്കൊരു അടിപൊളി ചീസി ആയിട്ടുള്ള എഗ് ഓംലെറ്റ് പിസ്സ ഉണ്ടാക്കിയാലോ. അപ്പം നമുക്ക് ആദ്യം തന്നെ മെയിൻ കോഴ്സ് ആയിട്ടുള്ള എഗ്ഗ് 2 എടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് സോൾട്ട്, പെപ്പർ ചേർത്ത് നന്നായി ബീറ്റ് ചെയ്യാം. ഇനി ഇതുപോലൊരു പാനിലേക്ക് ബട്ടർ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് ഓയിൽ ചൂടായി വരുമ്പോൾ അതിലേക്ക് എഗ്ഗ് ബീറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഏകദേശം വെന്ത് വരുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് കുബൂസ് വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രെഡ് അല്ലെങ്കിൽ ചപ്പാത്തി, ടോട്ടില്ല ഒക്കെ യൂസ് ചെയ്യാം. എൻ്റെ കയ്യിലിപ്പോൾ കുബൂസാണ് ഉണ്ടായിരുന്നത്, അപ്പോൾ അതുകൊണ്ട് ഞാൻ അതാണ് യൂസ് ചെയ്തത്. എന്നിട്ട് മറിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലോട്ട് ആവശ്യത്തിന് പിസ്സ സോസ് സ്പ്രെഡ് ചെയ്യാം. നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗങ്ങൾക്കും പിസ്സ സോസ് എത്തിച്ചു കൊടുക്കുക. ഇനി പിസ്സ സോസ് കയ്യിലില്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ് സ്പ്രെഡ് ചെയ്താലും മതി. ഇനി അതിൻ്റെ മുകളിലോട്ട് മൊസറല്ല ചീസ് വിതറിയിട്ട് കൊടുക്കാം. ശേഷം വെജീസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ക്യാപ്സിക്കം, ക്യാരറ്റാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒണിയൻ, കോൺ, മഷ്റൂം അങ്ങനെ വെജീസ് കുറേ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ എടുത്തിട്ട് എൻ്റെ കയ്യിൽ സോസേജ് ഉണ്ടായിരുന്നു, അപ്പോൾ ഞാൻ സോസേജും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചിക്കൻ വേണമെങ്കിൽ ചിക്കൻ ഫ്രൈ ചെയ്ത് ചെറിയ പീസുകളാക്കിയിട്ട് അതും കൂടെ ആഡ് ചെയ്യാം. വെജീസും സോസേജും വെച്ചതിന് ശേഷം ഞാൻ അതിൻ്റെ മുകളിലിട്ട് മൊസറല്ല ചീസ് കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് ബേക്ക് ചെയ്തെടുത്താൽ മാത്രം മതി. ഓവനിലല്ല വെക്കുന്നത്, കടായിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ അടച്ച് വെച്ച് 3 മിനിറ്റ് ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ചീസൊക്കെ നല്ല മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടില്ലേ, അടിപൊളിയായിട്ട് നമ്മൾ ഓംലെറ്റ് ചീസി പിസ്സ ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഉണ്ടാക്കി നോക്കി മറക്കാതെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്ത് ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. മറക്കാതെ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ.